നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ നീലയമരിയുടെ വിത്തൊക്കെ പാകമായപ്പോൾ അതിനെ നട്ടതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. നമുക്ക് ഇതിൽ പരാഗണം നടത്താൻ നമ്മൾ ഏറ്റവും ഹെൽപ്പ് ചെയ്ത ഉറുമ്പുകളായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് അഗസ്ത്യച്ചേരിയുടെ വിത്ത് നട്ടിരുന്നു. നമ്മൾ സാധാരണ രീതിയിൽ തന്നെയാണ് നടാൻ ശ്രമിച്ചത്. നമ്മൾ ചകിരിച്ചോറ് അതിൻ്റെ കൂടെ വെർമി കമ്പോസ്റ്റ് കൂടെ വാങ്ങി മിക്സ് ചെയ്തിട്ട് അതിനൊരു പോട്ടിംഗ് ട്രെയിലാക്കിയിട്ടാണ് ഞങ്ങൾ വിത്തുകൾ പാകിയത്. പക്ഷേ ഇത്തവണ നമുക്ക് അതിൽ കിട്ടിയ റിസൾട്ട് വളരെ കുറവായിരുന്നു. അപ്പോൾ സീഡൊക്കെ ഒരുവിധം മെച്ചുർ തന്നെയായിരുന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ല. ഇനി ഓവർ തണുപ്പായതുകൊണ്ടാണോ ഇത് സീഡൊക്കെ മുളയ്ക്കാത്തതെന്നും അറിയില്ല. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് വിത്ത് എടുത്തിട്ട് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ വേറൊരു മെത്തേഡ് കണ്ടായിരുന്നു. അപ്പോൾ അത് ട്രൈ ചെയ്തപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 90% സക്സസ് റേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ വിത്തെല്ലാം കളക്ട് ചെയ്ത് ഒരു 2-3 ദിവസം വച്ചിട്ട് അതിൻ്റെ വിത്തുകൾ നമ്മൾ എടുത്ത് ഒരു ടിഷ്യൂലാക്കിയിട്ട് ടിഷ്യൂ നമ്മൾ വെള്ളം നനച്ച് വെച്ചു. അങ്ങനെ വെച്ചപ്പോൾ കൃത്യം ഒരു 3 ദിവസം ആയപ്പോൾ തന്നെ അതിൽ നിന്ന് മുള പൊട്ടി നമുക്ക് വിത്തുകൾ കിട്ടി. ഇത് വന്നിട്ട് കേശവർദ്ധിനിയുടെ വിത്തുകളാണ്. അപ്പോൾ ഇതും നമ്മൾ ഇതിനോട് പാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നീലയമരിയുടെ അതുപോലെ കേശവർദ്ധിനിയുടെ വിത്തുകൾ. അപ്പോൾ നമ്മൾ ടിഷ്യൂവിൽ വെച്ചിട്ട് കൃത്യം 3-ാമത്തെ ദിവസം ഒന്ന് നോക്കിയപ്പോഴത്തേന് എല്ലാ ദിവസവും വാട്ടർ ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മുള പൊട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ചെയ്ത ഈ സീഡ്ലിങ് ഓരോന്നായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ വെർമി കമ്പോസ്റ്റ് അതുപോലെ ചകിരിച്ചോറും ചേർത്തിട്ടുള്ള പോട്ടിംഗ് ട്രേയിലേക്ക് ഇളക്കി നടുകയാണ് ചെയ്ത്.